അപ്പോൾ ആ വടക്കുന്നുള്ള കുബേരൻ എന്ന് പറയുന്ന ഒഴുക്കുണ്ടെങ്കിലേ അവിടെ ധനം വരുള്ളൂ. ഓരോ വീട്ടിൻ്റെ ചില ഭാഗങ്ങൾ തുറന്നിടണം, ചില ഭാഗങ്ങൾ അടച്ചിടണം. അതൊക്കെ കറക്റ്റായി കഴിഞ്ഞാൽ അവിടെ സമൃദ്ധി വന്നിരിക്കും, ഒരു സംശയവും വേണ്ട. ഇല്ല ദാരിദ്ര്യം, കഷ്ടപ്പാട്, ബാങ്ക് ലോണ്, അത് ഇത് മലയാള സീരിയലാവും. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത വാസ്തു കൺസൾട്ടൻ്റായ ഡോക്ടർ നിഷാന്ത് തോപ്പിൽ സാറാണ്. വെൽക്കം സാർ. താങ്ക് യു. ഈ കന്നിമൂലയിൽ ഏതെങ്കിലും വിധത്തിലുള്ള കിണർ അല്ലെങ്കിൽ ടാങ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും താഴ്ന്ന അല്ലെങ്കിൽ ശൂന്യമായിട്ട് ഒരു സ്ഥലം വരാണെങ്കിൽ അവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യത? നല്ല ചോദ്യമാണ്. കേരളത്തിന്റെ ഒരു പ്രോബ്ലം ആണത്. ഇപ്പോൾ 2ാം സ്ഥാനം അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കന്നിമൂല കൊണ്ടുപോയിട്ട് കിണർ ഒഴിപ്പിക്കും. നമ്മളിവിടെ ഒരു ഫ്യൂഡൽ സിസ്റ്റം ആയിരുന്നേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ തമ്പ്രാക്കളും അടിയാങ്കളും അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ തമ്പ്രാക്കൾ കറക്റ്റ് സ്ഥാനത്ത് എല്ലാം ഇതാക്കും, അതായത് വടക്ക് കിഴക്ക് ജലം വരേണ്ട സ്ഥാനത്തിന് കിണറൊക്കെ ഒഴിപ്പിക്കും. അടിയാങ്ങൾക്കിട്ട് ഒരു പണി കൊടുക്കും. അതാണ് പറയുന്നത് 2ാം സ്ഥാനമുണ്ട്, തെക്ക് പടിഞ്ഞാറ് മൂലയുണ്ട്, അവിടെ കൊണ്ടുപോയി കിണർ ഒഴിച്ചോളൂ എന്ന് പറയും. അവിടെ കൊണ്ടുപോയി കിണർ ഒഴിച്ചോ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഉയരം വരേണ്ട സ്ഥലമാണ് അവിടെ. ഭാരം വേണം, ഉയരം വേണം, സ്ട്രോങ് ആകണം. അപ്പോൾ കിണർ വന്നാലോ താണു വെള്ളം അവിടെ വന്നു. പിന്നെ ഒരിക്കലും ആ വീട്ടുകാരന് ഉയരാൻ പറ്റില്ല, കാലിന് വേദനയും വരും. അപ്പോൾ പിന്നെ എന്താണ് ഇപ്പോഴും, അതായത് ഈ റിലേഷൻഷിപ്പിൽ പ്രോബ്ലം വരും. ഈ നേരത്തെ പറഞ്ഞൊക്കെ മൈനസ് ആവും. അതായത് സൗത്ത് വെസ്റ്റ് കോർണർ മസ്റ്റ് ബി ഹൈ, സ്ട്രോങ്, പവർഫുൾ, അങ്ങനെയാണ് വേണ്ട. അപ്പോൾ കിണർ വന്നു കഴിഞ്ഞോ താണു അവിടെ വെള്ളം വന്നു. അപ്പം ജലം വന്നു കഴിഞ്ഞോ മൈൻഡ് എന്താ ഫ്ലിക്കേർഡ്, മീൻസ് ചലിക്കണതാവും. പിന്നെ നമ്മൾ പറയുന്ന വാക്കുകൾക്കൊന്നും ശക്തിയില്ലാണ്ടായിപ്പോൾ. പിന്നെ അത് മാത്രമല്ല, ഈ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വെള്ളം വരികയാണോ നൈരുത്യായ മഹാവ്യാധി ഭയം എന്നാ പറയുക. അതായത് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ നിരുതി ദിശ എന്നാണ് വാസ്തുവിൻ്റെ ലാംഗ്വേജ് പറയുക. അപ്പം നിരുതി ദിശയിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും അസുഖം ഉണ്ടാവും എന്നുള്ളൊരു പേടി ഉണ്ടാവും. രസം എന്താണെന്ന് വെച്ചാൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല, പക്ഷെ ആൾക്ക് അസുഖം ഉണ്ടാവും. അതായത് ഡയഗ്നോസ് ചെയ്താൽ കിട്ടില്ല, പക്ഷെ ആൾക്ക് ആ അസുഖം ഉണ്ടാവും. അതാണ് അതിൻ്റെ രസം. പിന്നെ ഡോക്ടർ മരുന്നൊക്കെ എഴുതി തരും, പക്ഷേ ആ ആളുടെ അസുഖം മാറിക്കൊള്ളണമെന്നില്ല. എപ്പോഴും ഒന്ന് കഴിഞ്ഞ് ഒന്നെന്ന് പറഞ്ഞാൽ പ്രോബ്ലങ്ങളായിരിക്കും അത്. പിന്നെ തെളിവായിട്ട് കാണുക, പ്രത്യക്ഷത്ത് കാണുക, പെട്ടെന്ന് കാലിന് വേദന വരും. അതായത് ഒരു വാസ്തു പുരുഷൻ എന്ന് പറഞ്ഞൊരു സങ്കല്പം ഉണ്ടായി. അപ്പം വടക്ക് കിഴക്ക് തലയും തെക്ക് പടിഞ്ഞാറ് കാലുമായിട്ടാണ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് കോർണർ ഈ പറയുന്ന കന്നിമൂല എന്ന് പറയുന്നതാണ് കാല് വരുന്നത്. അപ്പോൾ സങ്കല്പം എന്താണെന്ന് വെച്ചാൽ വടക്ക് കിഴക്കിലേക്ക് കുഞ്ഞ് നമസ്കരിക്കലായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ വടക്ക് കിഴക്കിലേക്ക് നമസ്കരിക്കുകയാണെങ്കിൽ അയാളുടെ പൃഷ്ഠഭാഗം ബാക്ക് ഭാഗമൊക്കെ ഇവിടെ വരും, തെക്ക് പടിഞ്ഞാറൊക്കെ വരും. അപ്പോൾ അവിടെ ഉയർന്നിരിക്കണം എന്ന് അതൊരു സിംബോളിക്കലി കാണിച്ചാണത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞോ കിണർ വന്നോ നേരെ ഓപ്പോസിറ്റായി നേരെ താണു, അത് കുഴിഞ്ഞു. അപ്പോൾ ഇതിൽ വാസ്തു ബുക്കിൽ പറയണതും അതും ഇതൊന്നുമല്ല, റിയാലിറ്റിയിൽ എന്താണ്, അനുഭവത്തിൽ എന്താണ്, ജീവിതത്തിൽ എന്താണ്. ഞാനിത് പറയുന്നത് കഴിഞ്ഞ 32 വർഷമായിട്ട് പല സ്ഥലത്തും ഞാനിത് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇത് നമ്മളെ കേരളത്തിൻ്റെ പണ്ടുള്ളൊരു ഫ്യൂഡൽ സിസ്റ്റത്തിൻ്റെ ബാക്കി പത്രമാണത്. പക്ഷേ കാലഘട്ടം മാറിയിട്ടും ഇപ്പോഴും അവിടെ തന്നെ സ്റ്റക്കാണ്. ഇപ്പോഴും തൃശ്ശൂരിൽ പല ആളുകളും തെക്ക് പടിഞ്ഞാറ് കിണറിന് സ്ഥാനം പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ല, അതുകൊണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ വെറുതെ ഒരാളെ ജീവിതവും അതോടുകൂടി എന്താണെന്ന് വെച്ചാൽ ഡൗൺ ആകുകയാണ് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ അയാൾ വിദേശത്തോ അങ്ങനെയായിട്ടായിട്ട് ആ അവിടെ സ്ഥലത്ത് അയാളെ പ്രസൻസ് ഇല്ലാണ്ട് വരണം. എന്നിരുന്നാലും പറയാണ്, ഈ ലൈവായിട്ട് വരുമ്പോൾ അതിൻ്റെ എഫക്റ്റ് വല്ലാണ്ട് തന്നെ വരും. ഒന്ന്, കുടുംബത്തിൽ എസ്പെഷ്യലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രോബ്ലം വരും. 2, സേവിങ് ഉണ്ടായില്ല. 3, എപ്പോഴും അസുഖങ്ങൾ വരും. പിന്നെ പറയാന്ന് പറഞ്ഞാൽ ഭാവിയിലുള്ള കുട്ടികൾ ഉണ്ടാകുക, കല്യാണം കഴിയുക, ഇങ്ങനെയുള്ള അതായത് ആ ഇവൻറ്റ്സ് നമ്മളെ ജീവിതത്തിൽ നടക്കേണ്ടതൊന്നും നടക്കില്ല. കാരണം ഇവൻറ്റ്സ് നടക്കണോ അവിടെ പൃഥ്വി തത്വം വേണം, ഭൂമി തത്വം വേണം. അപ്പോൾ സൗത്ത് വെസ്റ്റ് കോർണർ എന്ന് പറഞ്ഞത് ശരിക്കും പൃഥ്വി തത്വമാണ്, ഭൂമിയാണ് തത്വം. അപ്പോൾ അവിടെ ആ ഭൂമി എന്നുള്ള തത്വം കൂടി വന്നോ അപ്പോഴാണ് ലൈഫിൽ പ്രോഗ്രസ് ഉണ്ടാകുക, അപ്പോഴാണ് സേവിങ്സ് ഉണ്ടാകുക. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അധ്വാനിക്കൊക്കെ ഉണ്ടാവും, നല്ലതുമൊക്കെ ഉണ്ടാവും, പക്ഷേ പൈസ എവിടെയാണ് പോയെന്ന് ഒരു ഐഡിയയും കിട്ടില്ല. അപ്പോൾ ഒന്നുമില്ല, നമ്മളെ സൗത്ത് വെസ്റ്റ് ശക്തമാക്കിയോ നമ്മളെ ലൈഫ് ശക്തമാവും. സർ, ഈ വീടിന്റെ വാസ്തുവിൽ ഉണ്ടാവുന്ന തെറ്റുകൾ കാരണം ഏതെങ്കിലും രീതിയിലുള്ള കടബാധ്യതകളൊക്കെ വരാനായിട്ടുള്ള സാധ്യത ഉണ്ടാകുന്നത്. ഈ വാസ്തുവിൻ്റെ വേറെ ഒരു പേര് ഇവൻറ്റോളജി എന്നാണ്. ഇവൻറ്റോളജി എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞാൽ
ഒരു സീരീസ് ഓഫ് ഇവൻസാണ്. നമ്മൾ ജനിച്ചന്ന് മുതൽക്ക് മരിക്കുന്നത് വരെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് സംഭവങ്ങൾ സംഭവിക്കുകയാണ്. അപ്പോൾ സാധാരണ ഇതിലെന്താണ് ഒരാളെ ജീവിതത്തിൽ എന്താണ്, ഒന്ന് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വിദ്യാഭ്യാസമാണ് വേണം, പിന്നെ എന്താണ് പറയുക, കുറച്ചുകൂടി കഴിഞ്ഞാൽ ജോലി കിട്ടണം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം, ഇതൊക്കെ ഓരോ ഇവൻസാണ്. അത് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകണം, ഇങ്ങനെ ഓരോരോ ഇതുമുണ്ട്. അപ്പോൾ ഒന്നുകൂടി ചോദ്യം റിപ്പീറ്റ് ചെയ്യാമോ? അതായത് ഇപ്പം നമ്മൾ വാസ്തു ശരിയായി നോക്കണം എന്ന് പറയുന്നതല്ലോ ഒരു വീട് വെക്കുമ്പോൾ. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള രീതിയിലാണ് ചെയ്തേക്കെങ്കിൽ നമുക്ക് കടബാധ്യതകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണോ? അതായത് വാസ്തു വിധി പ്രകാരമുള്ളത് തെറ്റിക്കഴിഞ്ഞാൽ കടബാധ്യത കൂടുതലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഇവൻസിൻ്റെ ഒക്കെ ബേസ് ഒരു പരിധി ഒരു ധനമാണ്. ഓക്കെ, അതായത് കല്ലെടുത്ത് എറിയാൻ പറ്റുന്ന പ്രായത്തിൽ വേണം കല്ല് കിട്ടാൻ. യെസ്, ഏതെങ്കിലും കുഴിയിലേക്ക് കാലിട്ട് നിൽക്കുമ്പോൾ പൈസ വന്നിട്ട് കാര്യമില്ല. അതായത് നമ്മൾ ആ ഒരു നല്ല യങ്ങായിട്ടുള്ള പ്രായത്തിൽ തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയണം. അപ്പോൾ ഇതിനൊക്കെ ബേസ് പറയുക ധനം തന്നെയാണ്. ധനം വേണം. അത് മോക്ഷം എന്നാണ് സാധാരണ പറയുക. മോക്ഷം എന്ന് പറഞ്ഞാൽ മോഹക്ഷയം. അതായത് അൾട്ടിമേറ്റ് ആയിട്ട് എന്താണ് മനുഷ്യജന്മം എടുത്തിട്ട് എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പറയും മോക്ഷം എന്ന് പറയും. മോക്ഷം മീൻസ് മോഹക്ഷയം. അതായത് ഓരോ മോഹങ്ങളും ക്ഷയിക്കുക, അല്ലെങ്കിൽ ഓരോ മോഹങ്ങളും സാറ്റിസ്ഫൈ ആയി മുന്നോട്ട് പോവുക. ഇപ്പോൾ കല്യാണം കഴിക്കണം, കുട്ടികളുണ്ടാവണം, കുട്ടികളെ ഉണ്ടാക്കണം, അത് മരുന്ന് വീട് വെക്കണം. ഇങ്ങനെ ഓരോരോ ലൈഫിൽ ഓരോ സമയാസമയത്ത് വേണ്ട ഇത് നടക്കണം. നമ്മളെ ഇതിൽ ശാസ്ത്രത്തിൽ പറയുമ്പോൾ പുരുഷാർത്ഥം എന്ന് പറയും. പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇങ്ങനെയാണ് പറയുക. അപ്പോൾ ആദ്യം ധർമ്മം ചെയ്യാന്ന് പറയുക. ധർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠനം നടത്തി അതിൽ എക്സ്പേർട്ട് ആകില്ല. സ്വധർമ്മം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടുള്ളൊരു നമ്മളെന്താ ഈ യൂണിവേഴ്സിലേക്ക് കൊടുക്കുക എന്നാണ്. ഇപ്പോൾ നിശാന്ത് തോപ്പിൽ എന്നെ എല്ലാവരും വിളിക്കും. എന്തുകൊണ്ട് വിളിക്കുന്നത്? എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല, ഇയാൾക്ക് വാസ്തു അറിയുക, അതുകൊണ്ട് ഇയാളെ വിളിക്കുന്നു. യെസ്, അപ്പോൾ ഈ വ്യക്തിയുടെ സ്വധർമ്മമാണ് എന്ത്? വാസ്തു നോക്കുക. അതുമാതിരി തന്നെ ഓരോ പേഴ്സണിനും ഒരു ജീവിതത്തിൻ്റെ ഒരു ഇതുണ്ടാവും. അപ്പോൾ ആ സ്വധർമ്മം ചെയ്തു വരുമ്പം അർത്ഥം വരും. ഞാനിപ്പോഴും സ്വധർമ്മ ചെയ്യണമെന്നുള്ളതിന് തെളിവും കൂടിയാണത്. ഒന്ന് നമുക്ക് വേണ്ട അർത്ഥം വരും, പിന്നെ നമുക്ക് വേണ്ട ഹാപ്പി ആവും. അപ്പോൾ ഈ അർത്ഥം എന്ന് പറയുന്നതില്ലാതെ യാതൊന്നും ഇല്ല. ഓക്കെ, കാരണം ഈ പണ്ട് കാലത്തൊക്കെയാണ് രാജാവ് നോക്കിയായിരുന്നു, കഴിവുണ്ടായാൽ മതി. ഇന്നിപ്പോൾ ഒരു രാജാവും നോക്കില്ല, നമ്മൾ തന്നെ നമ്മളത് ഉണ്ടായിക്കൊള്ളണം. അപ്പോൾ ധർമ്മം കഴിഞ്ഞ് അർത്ഥം ഉണ്ടാക്കിക്കൊള്ളണം, പൈസ ഉണ്ടായിക്കൊള്ളണം. എന്നിട്ട് ആ പണം ഉപയോഗിച്ചിട്ട് കാമങ്ങൾ ഓരോന്ന് പൂർത്തീകരിക്കണം. അപ്പോഴെന്താവും? ഓരോ കാമം പൂർത്തീകരിച്ച് മോക്ഷം ഇങ്ങനെ ഓരോ സെക്കൻഡിൽ നടക്കണയാണ്. നമ്മൾ ഓരോ സാറ്റിസ്ഫൈ ആയി വരും. ക്ലിയർ? അപ്പോൾ ഇതിന് ധനം എന്ന് പറയുന്നത് നമ്മളെ വീട്ട് എങ്ങനെയാണോ അതിനെ ആസ്പദമാക്കിയിട്ട് മാത്രമാണ്. ഓക്കെ, ഇപ്പോൾ ഒരാൾ പണിയെടുത്താൽ പൈസ കിട്ടും, പക്ഷെ പണിയെടുക്കാനുള്ള മനസ്സ് വേണ്ടേ? ഈ മനസ്സ് ഉണ്ടാകണോ? വീടിൻ്റെ വാസ്തു കറക്റ്റാണോ? ഇല്ലെങ്കിൽ എന്താണ്? ഇനിയിപ്പോൾ മനസ്സുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കാണുന്നില്ല സാർ. ഇതെന്തുകൊണ്ടാണ് കാണാത്തതെന്ന് വെച്ചാൽ ആ വീട്ടിന് 2-3 ഫങ്ഷൻ ഉണ്ട്. ഇപ്പോൾ വാസ്തുവിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ ഒന്ന് കരിയർ, അതായത് പണം വരാനുള്ള സോഴ്സ് ഉണ്ടാകണം. അപ്പോൾ അത് വീടിൻ്റെ വടക്ക് ഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ആ വടക്ക് നിന്നുള്ള കുബേരൻ എന്ന് പറയുന്ന ഒഴുക്കുണ്ടെങ്കിലേ അവിടെ ധനം വരുള്ളൂ. ഇനി അത് കഴിഞ്ഞു നമുക്കതിനു വേണ്ടി ഓടണം. യെസ്, അപ്പോൾ ഓടണമെന്നുണ്ടെങ്കിൽ അഗ്നി വേണം. അഗ്നിയാണ് നമ്മളെ എനർജി. നമ്മൾ അത് പറയണത് അതിനൊക്കെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പവർ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. അപ്പോൾ അത് അഗ്നികോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് ഇപ്പോൾ അഗ്നികോണിൽ പ്രോബ്ലം വന്നോ ആധാരം ബാങ്കിലേക്ക് പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അഗ്നി ഇല്ല, പ്രോബ്ലമായി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടം മേടിക്കേണ്ടി വരും. അങ്ങനെയാണ് കടക്കണിയിലൊക്കെ നമ്മൾ പെട്ടുപോകുന്നത്. ഇനി അതേത് തന്നെ വാസ്തുവിൽ പറയുകയാണെങ്കിൽ സേവിങ്സ് വരിക തെക്ക് പടിഞ്ഞാറാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കന്നിമൂല, സൗത്ത് വെസ്റ്റ് കോർണർ. അപ്പോൾ ഇത് പണം എന്ന് പറയുന്ന ഒരൊറ്റ പോയിന്റിനെ ബേസ് ചെയ്തിട്ടല്ല, ഒരു വീട്ടിൻ്റെ എല്ലാ ഏരിയകളും. അതായത് ഒരു ചെസ്സ് കളിക്കുന്ന ഏരിയ, രാജാവ് ഒറ്റക്ക് പോയാലേ വെട്ടിപ്പോകും. ഞാൻ വെച്ചാൽ രാജാവ് പോകുമ്പം ബാക്കിയുള്ള കരുക്കളും കൂടി ഉണ്ടെങ്കിൽ അത് വിജയിക്കും. അപ്പോൾ ഒരു വീട്ടിൻ്റെ വാസ്തു എങ്ങനെയാണോ അതിൻ്റെ ബേസിലാണ് നമ്മളൊരു സമ്പന്നനാകണത്. അത് നമ്മൾ അധ്വാനിക്കാൻ തയ്യാറായിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷെ ആ ഒരു വല്ലതും വിധിയാണെന്ന് പറയില്ലേ, ഈ വിധി ഉണ്ടാക്കുന്ന സാധനമാണ് വാസ്തു. ഓക്കെ, അതായത് എന്ന് പറഞ്ഞാൽ ഭാഗ്യകൽപ്പം എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. എങ്ങനെ ഭാഗ്യം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഒരാളെ ജീവിതത്തിൽ ധനം വരിക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്.
അപ്പോൾ അത് സംഭവിക്കണമെങ്കിൽ വീട്ടിൻ്റെ സിസ്റ്റം വാസ്തുപ്രകാരം കറക്റ്റാണ്. വാസ്തുപ്രകാരം കറക്റ്റാകുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പ്രപഞ്ചത്തിനൊരു താളമുണ്ട്. പ്രപഞ്ചം സമൃദ്ധിയിലാണ്. ഇപ്പോൾ ഹിന്ദു ദേവിമാരെ കണ്ടില്ലേ? ഏതെങ്കിലും ദരിദ്രവാസിയായിട്ടുള്ള ദേവീനെ കണ്ടിട്ടില്ല അല്ലേ? എല്ലാം സമ്പന്നാണ് അല്ലേ? ഒക്കെ ഇതായിട്ടല്ലേ ആഭരണമൊക്കെ ഇട്ടിട്ട് അല്ലേ? അതിന് ഈശ്വരന്മാർ ഇത്രയും ആഭരണമൊക്കെ ഇട്ട് കിടക്കുന്നല്ലേ? അതൊരു സമൃദ്ധിൻ്റെ പ്രതീകമാണത്. അപ്പോൾ ഈ ഹിന്ദു സിസ്റ്റത്തിൽ ഇപ്പം കാളി എന്ന് പറയുന്നത് ഭയാനക, പക്ഷെ അത് സമൃദ്ധിയിലാണ്. യെസ്, എല്ലാം സമൃദ്ധിയാണ് ഈ യൂണിവേഴ്സിൻ്റെത്. സമൃദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആ എന്താണ് പറയുക, നടത്തത്തിലും നിൽപ്പിലും എല്ലാത്തിലും ആ ഒരു അബൻഡൻസ് വേണം. അപ്പോൾ ആ ഒരു അബൻഡൻസ് വേണോ, നമ്മളെ വീട്ടിൻ്റെ വാസ്തു കറക്റ്റാകുമ്പോഴാണ് അവിടെ അബൻഡൻസ് വരിക. പിന്നെ നമ്മളൊരു മനസ്ഥിതി ഉണ്ട് കേട്ടോ. മനസ്ഥിതി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു എന്താ പറയുക, ഒരു നമ്പൂരിയച്ഛൻ്റെ ഒരു കഥ ഉണ്ട്, കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. അതെന്ന് പറഞ്ഞാൽ ഈ നമ്പൂരിയച്ഛൻ്റെ ഒരു പണിക്കാരുണ്ട്, മൂപ്പർക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ മൂപ്പർ എന്താക്കുമെന്ന് വെച്ചാൽ ഈ പണിക്കാരൻ എല്ലാ ദിവസവും നല്ല ഇളയ തളിർവെറ്റിലൊക്കെ നോക്കിയിട്ട് പറിച്ച് എടുത്തുകൊണ്ട് കൊടുക്കും നമ്പൂരിയച്ഛന്. അപ്പോൾ നമ്പൂരിയച്ഛൻ എന്ത് ചെയ്യും, ഈ ഇത് മേടിച്ച് മൂപ്പരെ ചെല്ലപ്പെട്ടിയിൽ വെക്കും. എന്നിട്ട് എന്താവും, കുറച്ച് കഴിഞ്ഞാൽ ആ ചെല്ലപ്പെട്ടി തുറക്കും. ഓ, ഇത് നാളത്തേക്ക് കേട് വന്നുമല്ലോ, അപ്പോൾ ഇത് കഴിക്കാം. അപ്പോൾ ഇയാൾക്ക് എല്ലാ ദിവസവും ഈശ്വരൻ നല്ല തളിർവെറ്റിലേ കൊടുക്കുന്നത്, പക്ഷെ ഇയാൾ എല്ലാ ദിവസവും കഴിക്കണോ? കേടുവരാനായത്. ഇങ്ങനെയാണ് നമ്മളൊരു ആറ്റിറ്റ്യൂഡ്. ഇത് കാരണമാണ് കുറേ ദാരിദ്ര്യമാണ്. ആക്ച്വലി ഈ സമൃദ്ധി ആദ്യം വരേണ്ടത് നമ്മളെ മനസ്സിനാണ്. അപ്പോൾ കടം വരിക ഇതൊക്കെ വരുന്നത് ഒന്നുമില്ല, വീട് വാസ്തുപ്രകാരമാണോ അവിടെ സമൃദ്ധി വരും. ഇപ്പോൾ ചില ആൾ ഫുട്പാത്തിലാവും, ചില ആൾ അംബാനീൻ്റെ മോനാവും ഇല്ലേ? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയാൻ ഇതിലൊരു ഭാഗ്യത്തിൻ്റെ ഒരു ഇത് പറയുന്നുണ്ട്. 40% ഭാഗ്യവും നമ്മളെ ജന്മനാളുള്ള, അതായത് എവിടെ നമ്മൾ ജനിച്ച് വീഴുന്നത്, എവിടെയാണ് നമുക്ക് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. ജനിച്ചു കഴിഞ്ഞു, ഞാൻ ഇപ്പോൾ ഒരാൾ ഹിന്ദു ആണ്, ഇസ്ലാം ആണ്, ക്രിസ്ത്യൻ ആണ്, ഇതൊക്കെ എവിടെ ജനിച്ചു വീണു അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മളെ കർമ്മഫലം എന്ന് പറയാം. എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ നമ്മളെ ആക്ഷൻ കൂടുന്നുണ്ടോ നമുക്ക് റിയാക്ഷൻ വരും. അപ്പോൾ ആക്ഷൻ കൂടണമെങ്കിൽ എന്ത് വേണം? ആക്ഷൻ ചെയ്യാനുള്ളൊരു മനസ്സ് വേണം. യെസ്, ഇന്നൊന്നും ചെയ്യാൻ മടിയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണെങ്കിലോ അത് തന്നെ വരും. അപ്പോൾ ആ വീട്ടിൽ നിന്ന് അങ്ങനെ തന്നെ ആയിരിക്കും വരിക. ഒന്നും ആഗ്രഹം ഉണ്ടാകും, പക്ഷെ വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. ഈ സാധനം വരുന്നത് യഥാർത്ഥത്തിൽ വീട്ടിൻ്റെ വാസ്തുവിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ കറക്റ്റായിട്ട് അഗ്നിയൊക്കെ കറക്റ്റാകുക, ഭൂമി അത് സേവ് ചെയ്യാൻ പറ്റുക. പിന്നെന്ന് പറഞ്ഞാൽ ധാരാളം കുബേരൻ വരണം. കുബേരൻ വരണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഓരോ വീട്ടിൻ്റെ ചില ഭാഗങ്ങൾ തുറന്നിടണം, ചില ഭാഗങ്ങൾ അടച്ചിടണം. അതൊക്കെ കറക്റ്റായി കഴിഞ്ഞാൽ അവിടെ സമൃദ്ധി വന്നിരിക്കും, ഒരു സംശയവും വേണ്ട. ഇല്ല ദാരിദ്ര്യം, കഷ്ടപ്പാട്, ബാങ്ക് ലോണ്, അത് ഇത് മലയാള സീരിയലാവും അല്ല പറയണം. അപ്പോൾ സമ്പന്നനാകണോ ഒന്ന് ഈ ശാസ്ത്രം അറിയണത് നല്ലതാണ്. അല്ലാണ്ട് വല്ലാണ്ട് സ്ട്രെയിൻ നമ്മളെ നെടുമുടി വേണം പറഞ്ഞാൽ പാടുപെട്ട് കഷ്ടപ്പെട്ട് അങ്ങനെയുള്ള അത് എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ വാസ്തുവിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട്. അപ്പോൾ നേരെ മറിച്ച് ആ സമൃദ്ധിയുള്ള ഒരു സാധനത്തിൽ വരികയാണോ അവിടെ വെറുതെ ഇരുന്നാൽ മതി. ഇപ്പം ചില നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ കാണാം, ചില ഷോപ്പുകളൊക്കെ കാണാം, നല്ല ആൾ തിരക്കുണ്ടാവും, ചില ആളുകൾ ഷോപ്പിൽ ഒന്നും ഉണ്ടായില്ല. ഇതാണ് ഈ വാസ്തുവിൻ്റെ രസം. അത് കറക്റ്റായിട്ട് ആ പ്രപഞ്ചത്തിൻ്റെ താളത്തിലാണോ നമുക്ക് റിസൾട്ട് വരും. ഇല്ലയോ നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ട് ശരിയായിട്ട് 2-3 പ്രാവശ്യം പോകണം. അപ്പോൾ നമ്മളെ വാസ്തു കൊണ്ട് നമ്മളെ സാമ്പത്തികം മെച്ചപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സാമ്പത്തികത്തിനെ തീരുമാനിക്കേണ്ടത് വാസ്തു മാത്രമാണ്. ഓക്കെ, നമ്മളെ കഴിവുണ്ടായാലും ശരി, ആ കഴിവിനെ ഉപയോഗപ്പെടുത്താൻ പറ്റണ്ടേ. അപ്പോൾ ആ വീട്ടിൽ ധനം വരാനും ധനം സേവ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഊർജ്ജം ഉണ്ടാകണം. ഇനിയിപ്പോൾ അതെങ്ങനെയതാകാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നല്ല ബോധമുണ്ട്, ഉറങ്ങിക്കഴിഞ്ഞാലോ ഒരു ബോധമില്ല. അപ്പോൾ ആ ഒരു വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ എന്താണ് നമ്മളെ ബോധത്തിൻ്റെ സ്ഥിതി? ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളില്ല. പേരെന്താ? പേൾ. നല്ല പേരാണ്, ഗുഡ്. അപ്പോൾ പേൾ എപ്പോഴാണ് പേളാകുക? ഉണർന്നിരിക്കും. അതായത് അവയർനെസ് ഉണ്ട് അല്ലേ? ഉറങ്ങിക്കഴിഞ്ഞാൽ പേൾ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ ചുറ്റുപാടത്ത് എങ്ങനെയാണ്, നമ്മളെ കിടക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണ്, നമ്മളെ വീട്ടിലെങ്ങനെയാണ്, ആ ഒരു യഥാർത്ഥ സ്ഥാനത്ത് ഉണ്ടോ നാച്ചുറലി തന്നെ അതൊരു റീചാർജ്ഡ് ആവും. ഇല്ലയോ നമുക്ക് വീണ്ടും പ്രോബ്ലം വരും. സോ വാസ്തുശാസ്ത്രമൊക്കെ ഉപയോഗിക്കുക, എന്നിട്ട് നല്ല സമൃദ്ധിയിൽ അങ്ങോട്ട് ജീവിക്കുക.